ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. കംപ്ലീറ്റ് മണ്ണ് താഴോട്ടേക്ക് ഇറങ്ങി വന്നതാണ്. ഇതിന് ലോക്കൽസ് വിളിക്കുന്ന പേരാണ് പാകൽ നാല. കണ്ടില്ലേ? ഓ നോക്ക്, ബസ് എങ്ങനെയാണ് വരുന്നത് നോക്കിക്കോളൂ. ആ ബസ് വരുന്ന വഴി നോക്ക്, ഇത്ര ഡേഞ്ചർ ആയിട്ടാണ് ബസ് വരുന്നത്. ഓ മഞ്ഞ് കാരണം ഉച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇത്. ഈ സൈഡൊക്കെ നോക്കി ഇത്രയേ ഉള്ളൂ, 3 ആൾക്ക് നടക്കാണ്ട് ഇതേ ഉള്ളൂ. അവിടേക്കാണ് ഈ ബസ് വരുന്നത്. ഇത്രമാത്രം ഡേഞ്ചറസ് ആണ് കേട്ടോ ഇത്. നോക്കോ, ഇത്ര ഡേഞ്ചർ ആയിട്ടാണ് ബസ് വരുന്നത് നോക്കിക്കോ. ചെറിയൊരു ഗ്യാപ്പാണുള്ളത്. ഒരു വലിയ കല്ലുണ്ട്. ഇത്രയും റിസ്ക്കാണ്. ഇപ്പോൾ നമ്മളേതായാലും മുന്നോട്ട് കിടക്കുകയാണ് കേട്ടോ. നല്ല ഷിലോക്ക് നദിയാണിത്. ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു ദിവസത്തേക്ക് ഇന്ന് പാങ്കോങ് ലേക്കിലേക്കാണ് പോകുന്നത്. ഓൾറെഡി യാത്ര തുടങ്ങി രാവിലെ തന്നെ. നല്ല തണുപ്പായതുകൊണ്ടാണ് ഇവിടുന്ന് ഇട്ടെടുക്കുന്നത്. 5:30-6 മണിക്കിടയിലാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. നല്ല തണുപ്പായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല വൈകിട്ടാണ് ഞാൻ എഴുന്നേറ്റതും. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഞാൻ ഇൻട്രോ എടുത്തില്ല. കർദുങ്ങിൽ നിന്ന് നുബ്രയിലേക്ക് പോയ അതേ റൂട്ട് തന്നെയാണ് നമ്മൾ തിരിച്ച് പോരുന്നത്. പക്ഷേ കർദുങ്ങിലേക്ക് പോകുന്ന ആ റൂട്ടുണ്ട്. അതായത് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് ടി പോലെ ഉണ്ടാവും. ടി അല്ല, ജസ്റ്റ് 2 റൂട്ട് ഉണ്ടാവും. അപ്പോൾ കർദുങ്ങിലേക്ക് അല്ലാത്ത റൂട്ടുണ്ട്, അത് പാങ്കോങ് ലേക്കിലേക്കുള്ളത്. അപ്പോൾ ആ റൂട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ നിർത്തിയാണ്. കണ്ടില്ലേ, ഇവരൊക്കെ BRO ബോർഡർ റോഡ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ സ്റ്റാഫാണ്. അവരുടെ തന്നെ ക്യാൻറ്റീനും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല റൂട്ടാണ്, ചാലഞ്ചിങ് റൂട്ട്, അടിപൊളി റൂട്ടാണ്. ബൈക്കേഴ്സിന് ഇഷ്ടമുള്ള റൂട്ടാണ്. ഇവിടെ മെയിനായിട്ട് വരുന്ന ബൈക്കേഴ്സും പിന്നെ അതേപോലെ തന്നെ ലോക്കൽസാണ് പ്രധാനമായിട്ട് വരിക. അതുകൊണ്ട് മെയിൻ്റനൻസ് അത്രയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പാകൽ നാല ആണ് ഈ ഒരു ഏരിയയിലെ ഈ ഒരു എന്താ പറയുക ലാൻഡ് സ്ലൈഡ്സ് നാട്ടിൽ വിളിക്കുന്നത്. പെട്ടെന്ന് പ്രത്യേകിച്ച് ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് പെട്ടെന്ന് വെള്ളം ഒലിച്ചു വരിക. അതേപോലെ അതോടൊപ്പം തന്നെ പാറയും മണ്ണും കല്ലൊക്കെ അതേപോലെ റോഡിലേക്ക് ഒലിച്ചു വരുന്ന സിറ്റുവേഷനാണ് ഈ പാകൽ നാല എന്ന് പറയുന്നത്. ഇവരാണ് ഇപ്പോൾ ഇത് പറഞ്ഞത് ഇതിനെ കുറിച്ചുള്ളത്. നല്ല ചൂട് ചായയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഒരു കൊമ്പ് കിട്ടിയിട്ടുണ്ട്. യാക്കിൻ്റെ ആയിരിക്കുമോ? യാക്കിൻ്റെ ആണെങ്കിൽ എടുക്കായിരുന്നു. പിന്നെ അവിടെ തൊലിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നിന്ന സ്ഥലമാണിത്. വാഷ്റൂമാണ് ഇത്. ലേഡീസ് ഇത് കോമൺ ആട്ടോ. ഇതിനകത്ത് സ്റ്റോർ റൂമാണ്. ഈ റൂട്ടാണ് നമ്മളിപ്പോൾ വന്നത്. ആ വന്ന റൂട്ടാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അടിപൊളി. ഇതുണ്ടാ മലയുടെ മുകളിൽ ബ്രൈറ്റ്നസ് കുറക്കുക കൂട്ടാൻ ചെയ്ത് നോക്കട്ടെ. അതാ കണ്ടില്ലേ, അടിപൊളി. ഇതിൻ്റെ മുകൾ ഭാഗം മഞ്ഞിൽ മൂടി കിടക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ചൂടായി തുടങ്ങി. പാകൽ നാലയുടെ ടൈമാണിത്. അത് മഞ്ഞ് ഉരുകുമ്പോഴാണ് ഇതൊക്കെ ഇളകി അങ്ങ് വരിക. ചിലപ്പോൾ 1-2 ദിവസമൊക്കെ നമ്മളിവിടെ നിൽക്കും. പോസ്റ്റായി വരും. പാങ്കോങ് ലേക്കിലേക്ക് ഈ രാസ്ത കോൺ സെ യേ ജഗ അകം. അകം എന്ന സ്ഥലത്ത് BROയുടെ കഫേയിൽ ഇതാ ഒട്ടിക്കുന്നു നമ്മുടെ സിഗ്നേച്ചർ. ഇതാ ഇവിടെ മൊത്തം അസൂയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരാണ് സുഹൃത്തുക്കളെ. അസൂയ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഓ പിന്നല്ല. സീരിയസ് ആണ്. കാണുമ്പോലെ അല്ല. കാണാതെ കല്ല് തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട്.
ഗ്രാമം. ഇതിന്റെ മുന്നേ തന്നെ മുഞ്ചി ഗ്രാമ തുടക്കത്തിലാണ് നുബ്ര വാലിയുടെ അവസാനം വരുന്നത്. അവിടെ വെൽക്കം ടു നുബ്ര വാലി എന്ന ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. അവിടുന്ന് അങ്ങോട്ട് നുബ്ര വാലിയാണ്. സോ ഇനി പുഴ, ഇവിടെയുള്ള ഒരു ഷെയ്ലോക്ക് പുഴ, അതും അതിന്റെ വീതിയും കുറഞ്ഞുകൊണ്ട് വരുന്ന, അതായത് കുറഞ്ഞു വരുന്ന ഒരു സ്പോട്ടും കൂടിയാണിത്. പിന്നെ ഇനി അങ്ങോട്ട് 18 കിലോമീറ്ററാണ്. ആ 18 കിലോമീറ്ററാണ് വളരെ ചാലഞ്ചിങ് ആയിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ദുർബുക് പാങ്കോങ് ട്രൈ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. നമ്മളിപ്പം അവിടുന്ന് ഈ കാണുന്ന റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന് ചങ്ല പാസിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ചങ്ല പാസ് ശരിക്കും ഉള്ളത് ലെഫ്റ്റ് നേരെ പോകുമ്പോഴാണ്. നമ്മൾ നാളെ ഇതുവഴിയാണ് നമുക്ക് ഇനി പോകാനുള്ളത്. പാങ്കോങ് ലേക്കിലേക്ക് 1 മണിക്കൂർ യാത്രയും കൂടിയുണ്ട്. പാങ്കോങ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പാങ്കോങ്ങിലേക്ക് 18 കിലോമീറ്റർ അല്ല, ദുർബുക്കിലേക്കാണ് 18. അതെൻ്റെ മിസ്റ്റേക്കാണ്. സോ നാളെ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് പോയിട്ട് ചങ്ല പാസിലേക്ക് പോകും. ഇന്ന് ഇവിടുന്ന് സ്ട്രെയിറ്റ് പാങ്കോങ് കഴിഞ്ഞിട്ട് ഒന്നിക്ക് പാങ്കോങ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ചെറിയ വില്ലേജ് ഉണ്ട് അവിടെ. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു ചെറിയ ബ്രേക്ക് എടുത്തതാണ് നിസ്കരിക്കാൻ. അടിപൊളി വാലി അല്ലേ. ഈ ഒരു പുഴയൊക്കെ ഉണ്ട് ഇവിടെ, നല്ല ഒഴുക്കാണ്, മഴ ഇങ്ങനെ പാറുന്നുണ്ട്. അടിപൊളി ലൊക്കേഷൻ കേട്ടോ, സൂപ്പർ. ഇനി കുറച്ചുകൂടെ ഉണ്ട് പോകാൻ. ഓപ്പോസിറ്റ് നിന്ന് ഒരു വണ്ടി വന്നപ്പോൾ അവസ്ഥയാട്ടോ ഇത്. പാങ്കോങ് ലേക്കിലേക്കുള്ള വഴിയാട്ടിത്. ഓപ്പോസിറ്റിലേക്ക് ഒരു വണ്ടി വന്നപ്പോൾ അവസ്ഥ. അങ്ങോട്ട് പോകാനേ അതിൻ്റെ വഴിയില്ല. അതേ റൂട്ടായി തിരിച്ച് വരും വേണം. അങ്ങനെ ഒരു പകൽ മൊത്തം യാത്ര ചെയ്ത് നമ്മൾ പാങ്കോങ് ലേക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. പോളിത്തീൻ ഫ്രീ സോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. നോ രക്ഷ. അടിപൊളി. കണ്ണാടി പോലെയുണ്ട് അവിടെ, കണ്ണാടി പോലെയുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ സൺസ്ക്രീൻ തേക്കുന്ന നന്നായിക്കോട്ടെ. SPF 50 ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ വൈകിട്ടെങ്കിലും റൂമിൽ കയറുമ്പോൾ അതറിയും. അവിടെ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇവിടെയാണ് മറ്റേ ആ സ്കൂട്ടറും നമ്മളെ പട്ടക്സ് എല്ലാം ഉള്ളത്. ഇവിടെയാണ് 3 ഇഡിയറ്റ്സിൻ്റെ സ്പോട്ടാണിത്. സ്കൂട്ടർ ഓടിക്കാൻ പറ്റില്ല, അവിടെ തന്നെ വെക്കണം. ഓ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് കേട്ടോ. മഴവില്ലി നിങ്ങൾക്ക് മഴവില്ല് എവിടുന്നും കിട്ടും. പക്ഷെ പാങ്കോങ് വന്നിട്ട് മഴവില്ല് കിട്ടാൻ ഒരു ഭാഗ്യം വേണം. ഓ, പാങ്കോങ് വന്ന് മഴയും കിട്ടി, വെയിലും കിട്ടി, മഴവില്ലും കിട്ടി. ഓ, പ്രത്യേക ഭാഗ്യം വേണം. ഓ മഴവില്ലേ.
മഴവില്ല്. ഓ, 2 മഴവില്ല് ഒരു സമയം, 2 മഴവില്ല്, 2 മഴവില്ല്. ഓ, ഈ സൈഡ് ഒന്ന്, ഈ സൈഡ് ഒന്ന്, 2 മഴവില്ല്. ഞങ്ങളിപ്പോൾ ഉള്ളത് മീറഖ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ഗ്രാമത്തിലാണ്. ഇപ്പോൾ പാങ്കോ തടാകം, ഇതാണ് പാങ്കോ സാൾട്ട് വാട്ടർ ലേക്ക്. അവിടുന്ന് നമ്മൾ ഏതാണ്ട് 25 കിലോമീറ്റർ, അതായത് പാങ്കോങ് ലേക്ക് തുടക്കം മുതൽ, അത് അവിടെയാണ് വരുന്നത്, അതിൻ്റെ തുടക്കം മുതൽ ഈ ഒരു സ്പോട്ട് വരെ മൊത്തം 25 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു. അതായത് ഇന്ത്യയുടെ കൈവശമുള്ള ഏതാണ്ട് എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തു. ഈ മലകളുടെ കുറച്ചപ്പുറം, അതായത് 2, 3, 4 മലകളുടെ അപ്പുറമാണ് ചൈന വരുന്നത്. പിന്നെ ഇതുവഴി വേറൊരു ഗ്രാമം കൂടിയുണ്ട്. അവിടെ നിലവിൽ പോകാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്നോ മൗണ്ടൻസ് കാണാൻ പറ്റും. താമസിക്കുന്നത് ഈ ഒരു ഹോം സ്റ്റേയിലാണ്. മീരഖ് എന്ന ഗ്രാമത്തിൻ്റെ തുടക്കത്തിലുള്ള ഒരു ഹോം സ്റ്റേ. ഇവിടെ ബസ്സുകളൊന്നും വരില്ല, അതായത് ടാക്സി ഒന്നും ഇവിടെ വരില്ല. കാരണം അത്യാവശ്യം റിസ്ക്കുള്ള റൂട്ടാണ്. നിങ്ങൾ വരുമ്പോൾ കണ്ടു കാണും മഴ പെയ്തത്. മഴയത്ത് ഇങ്ങോട്ടേക്ക് വരുന്നതും വളരെ അപകടമാണ്. റോഡില്ല എന്നതാണ് പ്രധാന കാരണം. അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ചെറിയൊരു ഗ്രാമം കാണാം. കൃഷിയാണ് ഇവരുടെ മെയിൻ. പിന്നെ ഇതുപോലെ ടൂറിസം. പാങ്കോങ്ങിൽ വരുന്ന 0.1% മാത്രമാണ് മീരഖ് ഈ ഒരു ഗ്രാമത്തേക്ക് വരാറുള്ളൂ. വളരെ അപൂർവം ആൾക്കാരുടെ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ബുക്കിംഗ് ഉണ്ടെന്ന് പറയണ്ട, ഒരു റൂം ബുക്കിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് അവരെത്തിയിട്ടില്ല. അവർ വന്നിട്ടില്ലെങ്കിൽ ആ റൂം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇവിടെയും പലർക്കും ഹോം സ്റ്റേ കാരണമൊക്കെ തന്നെയാണ്, എന്താ പറയുക, അവരുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് ഹോം സ്റ്റേ കാരണമൊക്കെ ഉണ്ടാവുക. അവരുടെ ഉപജീവനം അതാണ്. നമ്മുടെ ഹോം സ്റ്റേയിലെ ഓണറിൻ്റെ പട്ടി കേട്ടോ, അത് ഈ കുറുമ്പനാണ്. ഇവിടെ മോനെ ഈ ഏതാ ഇനം? ഇത് ഫോറിനാണെന്ന് പറഞ്ഞത് കേട്ടോ. എനിക്ക് അറിയില്ല ഇതിനെക്കുറിച്ച്. ഞാൻ ചോദിച്ചത് ഇവിടുത്തെ ലോക്കലാണോ ഹിമാലയൻ വേരിയൻ്റ് ആണോ ചോദിച്ചപ്പോൾ എല്ലാം പറഞ്ഞത്. ഇവിടുത്തെ നായ്ക്കളെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്രാമത്തിലേക്ക് നടക്കട്ടോ. മീരഖ് ഗ്രാമം പറ്റുവാണെങ്കിൽ ഇവിടുത്തെ ലോക്കൽസായിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യണം. ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ, യാത്ര എന്ന് പറയുമ്പോൾ ഒരു സാൻഡ്വിച്ച് പോലെ. അതിൽ നമ്മൾക്ക് എന്താ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഓഫ്കോഴ്സ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, ഫുഡുണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്, കൾച്ചറുണ്ട്, ജനങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യാത്രയാവുന്നത്. പിന്നെ നല്ല തണുപ്പുണ്ടല്ലോ. തണുപ്പെന്ന് പറഞ്ഞാൽ ശരിക്കും ഏതെങ്കിലും ഒരു ഭാഗം സ്കിന്ന് പുറത്ത് കണ്ടുകഴിഞ്ഞാൽ ഇവ നമ്മളെ കണ്ണുണ്ടല്ലോ, സ്കിന്ന്. ഞാനിപ്പോൾ ഇത്രയും തലയിൽ ഒരു മാസ്ക് ഉണ്ട്, ഉള്ളിൽ ഒരു കവറിങ് ഉണ്ട്, ഹെഡ് കവറുണ്ട്. അത് ഞാൻ കറുത്തുമുങ്ങനെ വാങ്ങിയത്. പിന്നെ ഈ ഒരു ഹുഡി, ഇതിനുള്ളിൽ വേറെ ജാക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ ടീഷർട്ട്, അതിൻ്റെ ഉള്ളിൽ ബനിയൻ. പിന്നെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ പറയുക, കറുത്തുമുല്ലയിൽ നിന്ന് വാങ്ങിയ ഗ്ലൗസാണിത്.
ഉള്ളിൽ ഫുൾ തിക്ക് ലെയർ ഓഫ് ഫർ. നമ്മുടെ ഫറല്ല, ഒറിജിനൽ ആനിമൽ അല്ല, ബട്ട് സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ ആകെ ഒരു വിരൽ മാത്രം ഞാൻ പുറത്തിട്ടിട്ടുള്ളൂ, ജസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ ഞാൻ വിചാരിച്ചത് കാരണം ചെറിയ റബ്ബർ പോലത്തെ കണ്ടോ, ഞാൻ വിചാരിച്ച് ഈ റൈഡ് ചെയ്യുമ്പോൾ ഈ ബൈക്കിൻ്റെ ഒക്കെ റൈഡിങ് ഗ്ലൗസ് ഉണ്ട് അതുപോലത്തെ വിചാരിച്ചു. സംഭവമല്ല, ടച്ച് സെൻസിറ്റീവ് അല്ല, അത്രക്കും തണുപ്പാണ്. രാത്രി ഇവിടെ കൊടും തണുപ്പെന്ന് ഞാൻ വളരെ തണുപ്പാണ് ഇവിടെ നോക്കിയ ചെറിയൊരു അരുവി, ഇവിടെ കാറ്റിൽസ് പശുക്കളുണ്ട്. എനിക്ക് യാക്കിനൊന്ന് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട്, ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് വരുമ്പോൾ കണ്ടു 3-4 പക്ഷേ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, വണ്ടിയാണ് നിർത്തിയില്ല. കാരണം നമ്മൾ മഴ പൊടിയാൻ തുടങ്ങിയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നീങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഏരിയയിൽ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ടൈമാണ് മഴ പെയ്യാന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. അതായത് ലഡാക്കും കർദുങ്ങിലും വരുന്നതിൽ വളരെ അപൂർവം ആൾക്കാരാണ് പാങ്കോങ് വരുന്നത്. പാങ്കോങ് തന്നെ 3 ഇഡിയറ്റ്സിന് ശേഷമാണ് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടിയത്. ഒരു പടം ഒരു പ്രദേശത്തെ ജീവിതം, ആ ഒരു കംപ്ലീറ്റ് അവിടുത്തെ സംസ്കാരവും കാര്യം എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിനുള്ള തെളിവാണ് 3 ഇഡിയറ്റ്സ്. എത്രയോ ആൾക്കാർക്ക് അതുവഴി ഉപജീവനം കിട്ടുന്നുണ്ട്, അവരുടെ ഡേ ടു ഡേ ലൈഫ് മാറി. അപ്പോൾ ടൂറിസം അങ്ങനെ കൊച്ചായി കാണുന്നത്, പക്ഷേ റെസ്പോൺസിബിളായ ടൂറിസ്റ്റുകളാണ് അത്രയുള്ളൂ. നല്ല തണുപ്പാട്ടോ, കുറച്ച് നേരം കൈ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ, അധികം നേരം വെക്കാൻ പറ്റില്ല, അത്രക്കും തണുപ്പാണ്. അപ്പോൾ ഒന്ന് ലോക്കൽസ് ഇൻട്രാക്ട് ചെയ്യണം അത്യാവശ്യം. ഇപ്പോൾ കഴിഞ്ഞ എല്ലാ ദിവസവും ഞാൻ ഇൻട്രാക്ട് ചെയ്യാറുണ്ടായിരുന്നു കുറച്ച്, പക്ഷേ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് 4 ദിവസമായിട്ട് ഇപ്പോഴും ഉണ്ട്, പക്ഷെ കഴിഞ്ഞ ഇത്രയും ദിവസത്തിന് അത്രയില്ല. ചെറിയ മൂക്കിൽ വേദന, ചെറിയ രീതിയിൽ ബ്ലഡും, അതുകൊണ്ടാണ് അതൊന്നും എനിക്ക് വീഡിയോയിൽ അത്രക്കങ്ങ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാതിരുന്നത്, അത്രക്കങ്ങ് ഞാൻ വീഡിയോ സംസാരിക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ് എൻ്റെ പ്രധാന ഭാഗത്തോട്ട് എത്തി തുടങ്ങിയല്ലോ. ബാക്കിയുള്ള ആൾക്കാരെങ്കിൽ ദൂരെ നടന്നു വരുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഏതാണ്ട് ഒരുപാട് ഇവിടുന്ന് യാത്ര ചെയ്യാനുണ്ട്. എനിക്ക് കറക്റ്റ് കിലോമീറ്റർ അറിയില്ല, മോർ ദാൻ 50 കിലോമീറ്റേഴ്സാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അറ്റ്ലീസ്റ്റ് 40-50 കിലോമീറ്റേഴ്സ്. അതും നമ്മുടെ സാധാരണ റോഡല്ല, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് ഇത്രക്കും ഹാർഡ് ടെറൈനാണ്. പോകുന്ന വഴിക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാം, ചിലപ്പോൾ വണ്ടി മറിയാം, എന്തുണ്ടാവാം. അപ്പം അത്രക്കും കഷ്ടപ്പെട്ടാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത്. ഈ പറയുന്ന ഹോം സ്റ്റേസ്, ടൂറിസം, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ആകെയുള്ള ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ബാർഗെയിൻ ചെയ്യാം, ഇവിടെ റീസണബിൾ ആയ രീതിയിൽ ബാർഗെയിൻ ചെയ്യാം. ഇവിടെ എന്തോ കൃഷി നടക്കുന്നുണ്ട്, ഇതല്ലേ എന്താണെന്ന് അറിയില്ല, വീറ്റാന്ന് തോന്നുന്നുണ്ട്. അത് വീറ്റ് ഇല്ലല്ല, ബാർന്നാണ്, ബാർ BAR അതാണ് തോന്നുന്നത്. ഏതായാലും കാണാൻ നല്ല ഭംഗി. പശുവിനെ കറക്കാണ്, തിരക്കിലാണ്. ഒരു ഹസ്ബൻഡ് പുറത്തെവിടെയാണ്, ഒരു കുട്ടിയുണ്ട്. പിന്നെ ഇത് വിട്ട് ചെറിയൊരു ക്ലിനിക്കാന്ന് പറഞ്ഞു. ഇവിടെ കുറച്ചങ്ങോട്ട് ഒരു
7ാം ക്ലാസ് 8ാം ക്ലാസ് അവർ പറഞ്ഞ അത് അത്രയും എന്താ പറയുക ചെറിയൊരു പ്രൈമറി സ്കൂളുണ്ട് ഇവിടെ. ഒരു പ്രൈമറി സ്കൂൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. തുടർ പഠനം എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്നത് ഒരു ചാലഞ്ചാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ തുടർ പഠനം എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികൾക്ക് അതൊരു ചാലഞ്ചാണ്. അതല്ലേ, സോളാറാണ് ഇവരെ മെയിൻ ഇലക്ട്രിസിറ്റി. പിന്നെ വാട്ടർ ഹീറ്റേഴ്സും കാണാം. പിന്നെ ഇപ്പോഴും പഴയ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീടുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ വീടിന് ഉറപ്പുണ്ടെങ്കിലും ഈ വീടുകൾ ഒന്നുകൂടെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഹിമാലയത്തിൽ ഞാൻ ഒരു ചെമ്പ എന്ന ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷനാണിത്. ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം അവിടെയും മഞ്ഞുകാലത്ത് ഒരു 6 മാസത്തോളം ആൾക്കാർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ഗ്രാമം. നമ്മുടെ ബാങ്കോങ്ങിലേക്കൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അടുത്ത തടാകം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട്. കൈയെല്ലാം മരവിച്ച ഒരു അവസ്ഥയിലാണ്. പിന്നെ ഇവിടെ ഇങ്ങനെയും കുറച്ച് സംഭവം ഉണ്ടാക്കുന്നത് ടെക്സ്റ്റൈലുമായി ബന്ധപ്പെട്ട വീവിങ് മെഷീൻ എന്തോ ആണ്. നമ്മുടെ പഴയകാല എന്താ പറയുക ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന് കാണുന്ന സംഭവങ്ങൾ അതൊക്കെ ഇവരുടെ ജീവിത രീതി. അത് പലപ്പോഴും ഇവിടെ സ്വന്തം ആവശ്യത്തിനാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇവിടെ തന്നെ കിട്ടുന്ന കല്ലുകൾ കൊണ്ട് ചളിയും ചേർത്താണ് ഇവരിവിടെ പലപ്പോഴും വീടുകൾ പണിയുന്നത്. കണ്ടില്ലേ, ഇതും അങ്ങനെ പണിത ഒരു വീടാണ്. പിന്നെ ഈ ഷേപ്പിൽ പണിയാൻ കാരണം വെച്ചാൽ മഞ്ഞുകാലത്ത് മഞ്ഞ് പെട്ടെന്ന് എന്താ പറയുക താഴോട്ടേക്ക് ഒലിച്ചു പോകാൻ നല്ലതാണ്. പിന്നെ ഇത് വീടല്ല കേട്ടോ, ഇത് ഗ്രീൻ ഹൗസ് ആയിട്ടാണ്. പിന്നെ ഇവിടെ ഒരു വീട് കാണാൻ നമുക്ക് സാധിക്കും. ഇതാണ് ഇവിടെ ലാസ്റ്റ് കാണുന്ന വീട്. അങ്ങോട്ട് അധികം വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഞാൻ പിന്നെയും തിരികെ നടക്കാൻ നോക്കുകയാണ്. നമ്മളവിടെ ഇത്തിരി നേരം ആ സ്ത്രീയോ അല്ലെ ചേച്ചിയുണ്ട്, പ്രായമുള്ള ചേച്ചിയാണ്. അപ്പം പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി നേരം അവരോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഏതായാലും അവരിപ്പോഴും ചെറിയ തിരക്കിലാണ്. പിന്നെ അവരോട് സംസാരിച്ച് ഇറങ്ങുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായം ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അത് എനിക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. ഒരു വണ്ടിയിൽ കയറി കേട്ടോ, ചെറിയ ലിഫ്റ്റ് കിട്ടി. गाड़ी मारो. ओके भाई, खुशी बस. शुक्रिया शुक्रिया. 2 दुकान है, छोटा सा दुकान, यहाँ सब मिलता है और एक दुकान है. ഓക്കെ ഓക്കെ. ഇവിടെ റെഡ് ബുൾ അടക്കം കിട്ടും കേട്ടോ. കയറിയ ഷോപ്പാട്ടോ. അവർ ടൂറിസ്റ്റുകളെ ഇപ്പോഴും അങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ പാടന്നെ അത് പൂട്ടിക്കളഞ്ഞല്ലേ. അധിക നേരം സംസാരിക്കാൻ അവരത്ര താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല. ടൂറിസ്റ്റുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇവിടെ. പറയുന്നത് ഇവിടെ അത്യാവശ്യം ബുക്കിങ്സ് ഒക്കെ ഉണ്ട്. ഇന്ന് തീരെ ബുക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞത്. ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ തീരെ ബുക്കിംഗ് ഇല്ല. ഇതാണ് ഇവിടെ ബിൽഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന കല്ലുകൾ. അടുത്ത കാലത്താണ് ഇങ്ങനത്തെ കല്ലൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അതുവരെ ഇങ്ങനത്തെ കല്ലുകളാണ് അവർ യൂസ് ചെയ്യാറ്. സോ ഇത് അടുത്ത കേട്ടോ, പശുവിനെ കറക്കുകയാണ്. നമ്മുടെ വണ്ടിക്കാരന് കറക്റ്റ് സമയത്ത് ഇവിടെ എത്തി. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ലൈറ്റ് കാണാം. ചുഷുളി കഴിഞ്ഞിട്ട് അതാണ് ഇന്ത്യയുടെ ബോർഡർ. 30-40 കിലോമീറ്ററേ ഉള്ളൂ. അഭയം നൽകുന്നാൻ ഇനിയെല്ലാം എല്ലാം നൽകുന്നോനെ. എന്റെ നാദങ്ങളെല്ലാം കേൾക്കുന്നോനെ.
സന്മാർഗ താരകമേ സന്മാർഗ താരകമേ സകല ചരാചര ചലനങ്ങളിൽ ഉണർവിന്റെ ദിവ്യപ്രകാശം ഒരു നാൾ ഉഴുതില്ല ഒരു വിത്തും വിതച്ചില്ല താനേ മുളച്ചൊരു പൊൻതകരാ ഒരു ജാൽ ഉഴുതില്ല ഒരു വിത്തും വിതച്ചില്ല താനേ മുളച്ചൊരു പൊൻതകരാ ഒരു നാൾ ഒരു വട്ടി രണ്ടാം നാൾ രണ്ട് വട്ടി മൂന്നാം നാൾ മൂന്ന് വട്ടി തകരനുള്ളി ഒരു നാൾ ഒരു വട്ടി രണ്ടാം നാൾ രണ്ട് വട്ടി മൂന്നാം നാൾ മൂന്ന് വട്ടി തകരനുള്ളി അമ്മവനും അമ്മായിക്കും അയലത്തതാണിക്കും തകര പറിച്ചൊരു കറിയൊരുത്ത് അതറിയട് കലമെട് കഴിയട് കലമെട് പറിച്ചൊരു തുझको मेरे दिल में ख्याल आता है जलते हैं जिसके लिए मेरी आवाज़ें ഞാൻ പാടി പാടി കണ്ടതെല്ലാം നിന്നെയല്ല ഒന്നുമീ പ്രപഞ്ചത്തിൽ ഒന്നുമീ പ്രപഞ്ചത്തിൽ കണ്ടതെല്ലാം നിന്നെയല്ല ഒന്നുമീ പ്രപഞ്ചത്തിൽ അന്നു പങ്കുവെച്ചൊരാ പൊൻകിനാക്കളിനി വിരിയുമോ കൂട്ടിലന്നു പങ്കുവെച്ചൊരാ പൊൻകിനാക്കളിനി വിരിയുമോ വാണി പച്ചരക്കു നമ്മളീ തെരുവിലിന്നു വഴി പിരിയുവോ വാണി പച്ചരക്കു നമ്മളീ തെരുവിലിന്നു വഴി പിരിയുവോ വേടനെന്നെ വിറ്റിടുമ്പോൾ നീ വേദനിച്ചു ചിറകടിക്കലാ വേടനെന്നെ വിറ്റിടുമ്പോൾ നീ വേദനിച്ചു ചിറകടിക്കലാ നിന്നെ വാങ്ങുമേതൊരുവനും ധന്യനാകുമെന്റെ ഓമനെ നിന്നെ വാങ്ങുമേതൊരുവനും ധന്യനാകുമെന്റെ ഓമനെ എന്റെ കൂട്ടിലെന്നു മേഘനാ എന്റെ കൂട്ടിലെന്നു മേഘനായി നിന്നെ ഓർത്തു പാട്ടു പാടും ഞാൻ എന്നുമെന്നും എന്റെ നെഞ്ചകം മീരഗ്രാമത്തിലെ രാത്രി കാഴ്ചയാണിത്. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നമ്മുടെ പാങ്കോങ് നദി കാണാം, അതേപോലെ മലനിരകളൊക്കെ ആയിട്ട് അതിമനോഹരമായൊരു കാഴ്ചയാട്ടിത് രാത്രിയിൽ. ഇതിവിടെ കോൾഡ് സ്റ്റോറേജ് ആട്ടോ, തണുപ്പ് കാലത്തേക്ക് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് 3 മാസം മുതൽ ചുരുങ്ങിയത് 3 മാസത്തേക്കെങ്കിലും അവർക്ക് അവിടെ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യണം. പിന്നെ ഈ കാണുന്ന വെളിച്ചം കണ്ടോ, ഈ വീടിൻ്റെ മുന്നിലേക്കുള്ള വെളിച്ചം, പിന്നെ ഈ ബസ്സിലുള്ള വെളിച്ചം, ഇതെല്ലാം ചന്ദ്രേട്ടൻ്റെ വെളിച്ചമാണ് കേട്ടോ. ഇത് ഇല്ലാണ്ട് വേറെ ലൈറ്റോ ബൾബോ ഒന്നും തന്നെ ഇവിടെ ഇട്ടിട്ടില്ല, കണ്ടില്ലേ. നമ്മളെ ഡ്രൈവർ
ആള് വണ്ടിയിൽ തന്നെയാണ് കിടന്നുറങ്ങാറ്. നമ്മൾ ക്യാമ്പ് ഫയർ നടത്തിയത് ഇവിടെയാണ്. ഇവിടെ എന്തുകൊണ്ട് ഭംഗി ഈ ഒരു ചന്ദ്രൻ തന്നെയാണ്. ഈ ഒരു ടൈമിൽ വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. പുറത്തുനിന്ന് മുറ്റത്തിരുന്ന് കൊണ്ട് ആസ്വദിക്കാവുന്ന ഒരു കാഴ്ചയാണ്.